ചങ്ങായിമാരെല്ലാവർക്കും സുഖല്ലേ? നമ്മളെ ചാണക സംഖ്യകള് പുതിയൊരു ഉടായിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നരേന്ദ്രമോദിന്റെ അമ്മേനെ തെറി വിളിച്ചെന്ന് ആരും നോക്കുമ്പോ എന്താ പറഞ്ഞറിയാം, രാഹുൽ ഗാന്ധിയാ വിളിച്ചെന്ന്. രാഹുൽ ഗാന്ധി വിളിച്ചതിന്റെ തെളിവ് ചോദിക്കുമ്പോ ഇവരെന്താ പറഞ്ഞറിയാം, രാഹുൽ ഗാന്ധി അല്ല, രാഹുൽ ഗാന്ധി അടുത്തുണ്ടായിരുന്നു, വേറൊരു ചക്കനാ വിളിച്ചത്. രാഹുൽ ഗാന്ധി അടുത്തുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ അയക്കുമ്പോ എന്താ പറയാ, രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായില്ല. രാഹുൽ ഗാന്ധി പോയതിനു ശേഷം രാഹുൽ ഗാന്ധി ഫോണ് വിളിച്ച് പറഞ്ഞ അനുസരിച്ചാണ് ചെക്ക തെറി വിളിച്ചതെന്ന്. ഇമാതിരി ഉടായ്പ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇന്ത്യയിൽ ചാണക സംഖ്യകളല്ലാണ്ട് വേറൊരാളെ കൊണ്ട് പറ്റൂല. സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ല. ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പരിപാടിന്റെ ആൾക്കൂട്ടം കണ്ടപാട് സംഘികളുടെ കുരുപൊട്ടി മാനസിക നില തകരാറിലായി. കാരണം സംഘികളുടെ പരിപാടിയിലൊന്നും ഒരു കുട്ടിയില്ല, ആകെ ഉള്ളത് ഇവര് കൊണ്ടുവച്ച കസേര മാത്രം. കസേരയിൽ ഇരിക്കാൻ ആളില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ബീഹാറിൽ രാഹുൽ ഗാന്ധിന്റെ പേരങ്ങ് കളയണം, എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അവിടെ എങ്ങനെയെങ്കിലും വിജയിക്കണം ഒറ്റ ചിന്തേന്റെ മുകളിലാണ് ഇത്രമാത്രം നാണം കെട്ട് നാറിയ ഒരു ആരോപണം രാഹുൽ ഗാന്ധിക്ക് നേരെ ഇവര് നടത്തിയത്. അങ്ങനെ സംഘികൾ നാണം കെട്ട് നാറി നിൽക്കുന്ന സമയത്ത് കേരളത്തിൽ സംഘികളുടെ എല്ലാമായ അടിമപ്പണിക്കറില്ലേ, ചാണക പണിക്കർ വന്നിട്ട് അങ്ങ് സങ്കടം പറയുന്നു. നമ്മളെ നരേന്ദ്രമോദിന്റെ അമ്മേനെ ഒരിക്കലും തെറി വിളിക്കാൻ പാടില്ല, തെറി വിളിച്ചത് തെറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് ചാണക പണിക്കർ പ്രത്യേകം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടല്ല, നരേന്ദ്രമോദിന്റെ അമ്മ മരിച്ചതല്ലേ, മരിച്ച ആളെ പറ്റി ഇങ്ങനെ അപവാദം പറയാൻ പാടുന്നു. എന്റെ ചാണക പണിക്കറെ, അമ്മ ഇപ്പം മരിച്ചാലും ശരി മരിച്ചില്ലെങ്കിലും ശരി ആരമ്മക്കെതിരെയും ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല. അതെന്റെ അമ്മയാലും ശരി, അത് താങ്കളുടെ അമ്മയാലും ശരി, ഒരിക്കലും തെറി വിളിക്കാൻ പാടില്ല. അതിപ്പോ പ്രധാനമന്ത്രിന്റെ അമ്മേനെ തെറി വിളിക്കുമ്പോൾ വേറെ തന്നെ സങ്കടമൊന്നുമില്ല, എല്ലാവർക്കും ഒറ്റ സങ്കടമേ ഉള്ളൂ. നമുക്കെന്തായാലും ചാണക പണിക്കർക്ക് വേദന തോന്നിയത് എന്തുകൊണ്ടാന്ന് കേട്ടിട്ട് വന്നാലോ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ ആക്ഷേപിക്കുന്നതോ അദ്ദേഹത്തിനെതിരെ അധിക്ഷേപം പറയുന്നതോ ഒന്നും തന്നെ പുതുമയുള്ളൊരു കാര്യമല്ല. അത് സംസ്ഥാന രാഷ്ട്രീയത്തിലാണെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും ഇന്നത്തെ കാലത്താണെങ്കിലും പഴയ കാലത്താണെങ്കിലും ഒരേപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ്. എന്നാൽ ഇതൊക്കെ ഏതു പരിധിവരെയാകാം? എന്താണ് ഇതിൻ്റെ ഒരു ടോളറൻസ് ലിമിറ്റ്? വീട്ടിലിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് പറയാമോ? മരണപ്പെട്ടുപോയ ബന്ധുക്കളെക്കുറിച്ച് പരാമർശം നടത്താമോ? അവരെയൊക്കെ തന്നെ ആക്ഷേപിക്കുകയും അവരെയൊക്കെ തന്നെ തെറി പറയുകയും ചെയ്യുന്ന രീതിയിലത്തേക്ക് കാര്യങ്ങളൊക്കെ എത്താമോ എന്നുള്ള കാര്യത്തിൽ അങ്ങനെയൊന്നും പാടില്ല എന്നാവും എല്ലാവരും പരസ്യമായിട്ട് പറയുക. എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ആക്ഷേപിക്കുന്ന, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അടക്കം അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ മാതാവിനെ അടക്കം ആക്ഷേപിക്കുന്ന, നിന്ദിക്കുന്ന, തെറി വിളിക്കുന്ന ഒരു സംസ്കാരം കൂടി ഉണ്ടായി വരുന്നു എന്നത് നമ്മൾ കാണുന്നു. സംസ്കാരം കൂടി ഉണ്ടായി വരുന്നത് കാണുന്നു. അപ്പൊ ഇതുവരെ ഉണ്ടായത് നീ കണ്ടിട്ടില്ല. ഇതിനു മുന്നേ നരേന്ദ്രമോദിക്ക് മാത്രമല്ല അമ്മയുണ്ടായിരുന്നത്, പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനുണ്ട്, മൻമോഹൻ സിംഗിനുണ്ട്, എന്തിന് രാജീവ് ഗാന്ധിക്ക് വരെ അമ്മമാരുണ്ടായിരുന്നു. ആ അമ്മമാരെയൊക്കെ നിന്റെ ചാണക സംഖ്യകൾ വിളിക്കുന്ന തെറി നീ കേട്ടിട്ടില്ല? അത് നീ കേൾക്കൂലല്ലേ? നരേന്ദ്രമോദിയുടെ മരിച്ച അമ്മയെ തെറി വിളിച്ചപ്പോ സങ്കടപ്പെട്ട നീ ഉണ്ടല്ല, രാഹുൽ ഗാന്ധിയുടെ ജീവിച്ചിരിക്കുന്ന അമ്മയെ തെറി വിളിക്കുന്നത് നീ കേട്ടില്ലേ? രാഹുൽ ഗാന്ധിയുടെ രക്തസാക്ഷിയായ അച്ഛൻ രാജീവ് ഗാന്ധിയെ തെറി വിളിക്കുന്നത് നീ കേട്ടില്ലേ? മരണപ്പെട്ടുപോയ ധീര വനിതയായ ഇന്ദിരാഗാന്ധി എന്ന ഉരുക്ക് വനിതയെ തെറി വിളിക്കുന്നത് നീ കേട്ടില്ലേ? അങ്ങനെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള BJP അല്ലാത്ത എല്ലാ നേതാക്കന്മാരുടെ അമ്മയെയും അമ്മൂമ്മയെയും ഒക്കെ ഇരുന്നിട്ട് നിന്റെ ചാണക സംഖ്യകൾ എത്രമാത്രം തെറി വിളിക്കുന്നു അതൊന്നും നീ കണ്ടിട്ടില്ലേ? നിനക്കിപ്പോ ഏതോ ഒരു ചെറുക്കം വന്നിട്ട് നരേന്ദ്രമോദിനെ തെറി വിളിക്കുമ്പോ അന്ന് സങ്കടം വന്നല്ലേ? ഇതിനു മുന്നേ മറ്റുള്ളവരെ തെറി വിളിച്ചപ്പോഴൊന്നും നിനക്ക് സങ്കടം വന്നിട്ടില്ല. ഇതൊക്കെ കൊണ്ടാണ് ചാണക സംഖ്യ നിന്നെ സംഖ്യകളുടെ പണിക്കാരെന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ട് അധികാർ യാത്ര നടത്തുകയാണ്. വോട്ട് ചോരി വിവാദം അദ്ദേഹം ഉയർത്തിയിരുന്നു. അതിന്റെ ഭാഗമായി BJPയും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും കൂടി ചേർന്ന് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. അദ്ദേഹം ഉന്നയിച്ചിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള പല ആക്ഷേപങ്ങളുടെയും മുനയൊടിഞ്ഞു വീണതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ രാഷ്ട്രീയ കക്ഷികൾ വെല്ലുവിളിച്ചതാണ്. പക്ഷേ അതിന് അദ്ദേഹം പോയില്ല. അദ്ദേഹത്തിനെ ഫാക്ച്വലായിട്ട് തന്നെ ചലഞ്ച് ചെയ്യുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു പത്രസമ്മേളനം വിളിച്ചു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. പക്ഷേ അതിലൊന്നും തന്നെ മറുപടി പറയുന്നതിനോ താൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ ലോജിക്കലായിട്ടുള്ള ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനോ ശ്രീ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവനും ഈ ആരോപണം എങ്ങനെ തന്റെ പാർട്ടിയെ, തന്റെ മുന്നണിയെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കും എന്നതിലേക്ക് മാത്രമായിരിക്കുകയാണ്. ഈ ചാണക സംഖ്യ പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി ലോജിക്ക് പരമായിട്ട് സംസാരിച്ചിട്ടില്ല. പരനാറി, നിന്റെ ഇലക്ഷൻ കമ്മീഷൻ വന്നിട്ട് ഒരു ലോജിക്കുമില്ലാണ്ട് സംസാരിച്ചത് ഇന്ത്യ കണ്ട് ചിരിച്ചതാണ്. ഇന്ത്യ മാത്രമല്ല, ലോകം മൊത്തം കണ്ട് ചിരിച്ചതാണ്. ഇലക്ഷന്റെ വീഡിയോ ചോദിച്ചപ്പം അത് നമ്മളെ അമ്മയും പങ്കന്മാരുടെ വീഡിയോയിലെ അതെങ്ങനെയാ തരുമെന്ന് ചോദിച്ചത്ര ലോക പൊട്ടത്തരം ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടാ? ഇത്രമാത്രം
ലോജിക്ക് ഇല്ലാത്ത കാര്യം വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? എന്നിട്ട് നീ രാഹുൽ ഗാന്ധി ലോജിക്ക് ഇല്ലാതെ സംസാരിക്കുന്നു പറഞ്ഞല്ലേ? നീയും നിന്റെ ചാണക സംഖ്യകളാണ് ലോകത്ത് എവിടെയും ഇല്ലാത്ത ലോക പൊട്ടത്തരം ലോജിക്കുമായിട്ട് സംസാരിക്കുന്നത്. പിന്നെ നീ പറഞ്ഞു രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാ കേസ് കൊടുക്കത്തേന്ന്? എല്ലാ ചാണക സംഖ്യ, നീയും നിന്റെ ചാണക സംഖ്യകളല്ലേ പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന്. അങ്ങനെ രാഹുൽ ഗാന്ധി പച്ചക്കള്ളമാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുത്തൂടെ? നിങ്ങൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോ കേസ് കൊടുക്കുന്ന ടീമല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പച്ചക്കള്ളെന്ന് നിങ്ങൾ പറയുന്ന സംഭവം പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ എന്തേ കേസ് കൊടുക്കാത്തെ? അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ട്, അതിൽ സത്യമുണ്ട്. അന്വേഷണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൂഞ്ചിപ്പോന്നുള്ള പേടി നിങ്ങൾക്കുണ്ട്. എന്നിട്ട് ഇങ്ങനെ മൂഞ്ചി കുത്തി ഇരുന്നിട്ട് ചാണക സംഖ്യകളെ ന്യായീകരിക്കുന്ന അതിലും വലിയ ചാണക പണിക്കർ. നമുക്ക് ചാണക പണിക്കരുടെ അവസാനത്തെ രോദനം കൂടി കേട്ടിട്ട് വരാം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തേജസ്വി യാദവും അടക്കമുള്ള നേതാക്കന്മാർ ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അടുത്ത സ്ഥലമായിട്ടുള്ള മുസാഫർപൂരിലേക്ക് പോയതിനു ശേഷമാണ് ഈ യുവാവ് സ്റ്റേജിലേക്ക് കയറുവന്ന് നരേന്ദ്രമോദിക്കും മാതാവിനുമെതിരെ അസഭ്യവർഷം ചുരിഞ്ഞത്. ഇതിലേറ്റവും ദുഃഖകരമായ കാര്യം, ഇങ്ങനെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ അതും ഒരു പൊതുവേദിയിൽ വെച്ച് ഒരാൾ മൈക്കിലൂടെ വിളിച്ചു പറയുമ്പോൾ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുള്ള പ്രകടമായിട്ടുള്ള ഒരു പരിശ്രമവും അവിടെ കണ്ടില്ല എന്നുള്ളതാണ്. അയാൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുന്നത് കണ്ടില്ല, അയാളെ ആരെങ്കിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് ശ്രമിക്കുന്നതായിട്ട് കണ്ടില്ല. അങ്ങനെ യാതൊരു വിധത്തിലുള്ള റെസിസ്റ്റൻസും ആ വീഡിയോയിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനം. ഈ ചാണക സംഖ്യ പൊട്ടൻ തന്നെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും പ്രിയങ്ക ഗാന്ധിയും ആ സ്റ്റേജിൽ നിന്ന് പോയതിനു ശേഷമാണ് ഏതോ ഒരു ചെറുക്കം വന്നിട്ട് നരേന്ദ്രമോദിന്റെ അമ്മീനെയും തെറി വിളിച്ചെന്ന്. എന്നിട്ട് പറയുന്നത് അത് രാഹുൽ ഗാന്ധി തടയാൻ നോക്കിയിട്ടാണ്. എല്ലാ ചാണക പണിക്കറെ, നീ വീഡിയോ ചെയ്യുന്നതിന് മുമ്പിൽ എന്തെങ്കിലും വലിച്ചു കയറ്റിട്ടാ വരുന്നത്? അവരവിടെ ഉണ്ടെങ്കിലല്ലേ അത് തടയാൻ കഴിയും. പിന്നെ ലോകത്തേത് പരിപാടി കഴിഞ്ഞ് സ്റ്റേജും കല്ലിയാക്കിയിട്ട് ആൾക്കാർ പോയി കഴിഞ്ഞാൽ ആ സ്റ്റേജിന്റെ മുകളിൽ ആരൊക്കെ വന്നിരുന്നിട്ട് എന്തെല്ലാം കോപ്രായം കാട്ടുന്നു? ആ കോപ്രായം കാട്ടുന്നതിനെല്ലാം അതിനു മുന്നേ ആ സ്റ്റേജിൽ പ്രസംഗിച്ച ആൾക്കാരാണോ ഉത്തരം പറയേണ്ടത്? ആ പരിപാടി കഴിഞ്ഞു പോയതാണ് അവർ. ആ പരിപാടി തീർന്ന് അതിനുശേഷം എന്ത് സംഭവിച്ചാലും അവരെന്തിനാ മറുപടി പറയുന്നത്? ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ് കളിക്കുന്നതെന്ന് ശരിക്ക് ചാണകം തലയിലില്ലാത്ത ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. ചാണക പണിക്കറെ, ഇവന്റെ ധാർമ്മികത എഴുന്നേക്കാൻ വേണ്ടി പ്രത്യേക സമയങ്ങളും പ്രത്യേക സാഹചര്യങ്ങളും ഉണ്ട്. ആ സമയത്ത് മാത്രമേ ഇവന്റെ ധാർമ്മികത, ഈ ചാണക പണിക്കരുടെ ധാർമ്മികത എഴുന്നേറ്റ് നിൽക്കൂ. പിന്നെ ഇവന്റെ ധാർമ്മികത എവിടെയാ കാണേണ്ടെന്നറിയാം. ഇവന്റെ പോസ്റ്റിന്റെ താഴെ ഇവനെ വിമർശിക്കുന്ന ആരെയായാലും അവരുടെ തന്തക്ക ഇവൻ വിളിക്കുക. ആ തന്ത ജീവിച്ചിരിക്കുന്നതോ മരിച്ചിരിക്കുന്നോ എന്നൊന്നും ഇവന് വിഷയമല്ല. അവരുടെ തന്തക്കും തള്ളക്കൊക്കെ ഇവന് വിളിക്കാം. പക്ഷെ നരേന്ദ്രമോദിജിന്റെ തന്തക്കോ തള്ളക്കോ ആരോ ഒരാൾ വിളിച്ചപ്പോ ഇവന് ഭയങ്കര സങ്കടം. അത് ധാർമ്മികത ഇല്ലാത്ത പരിപാടിയാണ്. അപ്പൊ നിന്റെ പോസ്റ്റിൽ നീ കാണിക്കുന്നതിന് എന്ത് ധാർമ്മികതയാണോ? നീ തന്നെ നിന്റെ പോസ്റ്റിൽ ഒന്ന് തുണി പൊന്തിച്ച് കാണിക്കുന്നതിന് എന്ത് ധാർമ്മികത എന്നാ പറയാ? ഇനിയിപ്പോ ഇമാതിരി ഡ്രാമകളൊന്നല്ല, തെറി വിളിക്കുന്ന ഡ്രാമകളല്ല, പല ഉഡായിപ്പ് ഡ്രാമകളായിട്ട് ഇവരെത്തും. മുന്നേക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോരോ പരിപാടി നമുക്കറിയാല. ഇപ്പൊ അതൊക്കെ സംശയത്തിന്റെ നെയിലായോണ്ട് പുതിയ ഉഡായിപ്പ് എന്ന് പറഞ്ഞ നാണം കെട്ട നാറി പണ്ടാരടങ്ങിയ ഉഡായിപ്പുകളെ ഇവർ കാണിക്കുന്നത്. പ്രധാനമന്ത്രിന്റെ അമ്മേനെ തെറി വിളിച്ച് നിന്നിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി, സഹതാപ തരംഗം ഉണ്ടാക്കാൻ വേണ്ടി നാണവും മാനവും ഉളുപ്പും ഉണ്ടാ ചാണക സംഖ്യകളെ. ഇതിലും നല്ലത് നിങ്ങൾക്ക് പോയി ചത്തൂടെ നാറികളെ? എവിടെയോ ഇരുന്ന ഒരു ചെറുക്കം വന്നിട്ട് രാഹുൽ ഗാന്ധിന്റെ പരിപാടി പോയി കഴിഞ്ഞ ശേഷം അവിടെ വന്നിട്ട് നരേന്ദ്രമോദിന്റെ അമ്മേനെയും തെറി വിളിക്കുക. അത് കൃത്യമായിട്ട് സംഖ്യകൾ വീഡിയോ എടുത്തു വെക്കുക. വാട്ടെ യാദൃശികമായ പരിപാടി. എന്നിട്ടെന്താ പരിപാടി എന്നറിയാം? രാഹുൽ ഗാന്ധിന്റെ പരിപാടിയിലെ ജനസാഗരത്തെ തോൽപ്പിക്കാൻ കഴിയാത്തോണ്ട് ഇവര് ബീഹാറിൽ ബന്ദ് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിന്റെ അമ്മേനെ തെറി വിളിച്ചുകൊണ്ട് ബീഹാറിൽ ബന്ദ്. അങ്ങനെയാണെങ്കിൽ ചാണക സംഖ്യകളെ മുൻ പ്രധാനമന്ത്രിന്റെ അമ്മേനെയും അമ്മമ്മേനെയും തെറി വിളിച്ചതിന്റെ കണക്കെടുത്ത് നോക്കുമ്പോണ്ടല്ല, ഇന്ത്യയിൽ എത്ര കൊല്ലത്തേക്ക് ബന്ധാക്കേണ്ടി വരും? ഇന്ത്യ തുറക്കാനേ ഇല്ല. 150 കൊല്ലത്തെ എല്ലാ ദിവസവും ബന്ധാക്കാനുള്ള അത്രയും തെറികൾ ചാണക സംഖ്യകളെ നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. അത് മരിച്ചവരെ തന്നെ, ജീവിച്ചിരിക്കുന്നവരെ വിളിച്ചത് മാറ്റിവെക്ക്, മരിച്ചവരെ തന്നെ എത്രമാത്രം തെറികൾ നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ബീഹാറിൽ ഒരു വിധത്തിലും കള്ളവോട്ട് നടക്കൂല എന്നുള്ളൊരു പേടി വന്ന് കുടുങ്ങിയപ്പോ പുതിയ ഉഡായിപ്പായി വന്നിരിക്കുന്നു. നാണവും മാനും കുറച്ചെങ്കിലും ഉള്ളവർ ഒരിക്കലും ചെയ്യാത്ത ഒരു പരിപാടിയായിട്ട് വന്നിട്ട് പ്രധാനമന്ത്രിന്റെ അമ്മേനെ തെറി വിളിച്ചെന്നും മറ്റ് ഉളുപ്പുണ്ട നാരികളെ എന്നിട്ട് ചാണക പണിക്കർ വന്നിട്ട് അതിനു വേണ്ടി നൊടിച്ചിൽ പോയി ചത്തൂടെ ചാണക പണിക്കറെ. ഇമാതിരി തട്ടിപ്പിലുട്ട സഹതാപ തരംഗം ഉണ്ടായിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനും കാട്ടിയാലത് പോയി ചാകുന്നതാണ്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.